പെണ്ണുങ്ങൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുവാടാ. അതെന്ത് പെണ്ണുങ്ങൾക്ക് എന്ത് ഹാർട്ട് ഇല്ലേ? ബോഡി എപ്പോൾ കൊണ്ടുവരും? അതെനിക്കെങ്ങനെ അറിയാം? എന്തായാലും ചിക്കൻ ഗ്രില്ല് ചെയ്യണം, സാധനം എടുക്കണം. കാശുണ്ടാ? കാശ് ഒപ്പിക്കാം. അണ്ണാ നിങ്ങൾ മരിപ്പറിയ ആര്? ആരുടെ നമ്മളെ സാവിത്രി വെച്ച് മരിച്ചുപോയി. ഏത് കടയിൽ മുരളേണ്ട അമ്മായിയമ്മേ തന്നെ? ഓ എപ്പം? ആണ്ടെ ഇപ്പം. നിങ്ങൾ പെട്ടെന്ന് ഈ ട്യൂബൊക്കെ പറയിക്കൊണ്ട് വെച്ച് കെട്ട്, അല്ലെങ്കിൽ ഇതും ആ പപ്പൂട്ടി കൊണ്ടുപോകും. പപ്പൂട്ടി എന്തിനു കൊണ്ടുപോണ? അവനൊക്കെ തോട്ടന്റെ അക്കരെ വരെയുള്ള മരിപ്പേ ഉള്ളൂ. ഇക്കരത്തെ മരിപ്പൊക്കെ എനിക്ക് തന്നെ. ആ കൊണ്ടുവച്ച് കെട്ടാൻ തന്നെ അറിയാം. നീ വണ്ടി ഇറേ, ഞാൻ എന്തിനാ വാടാ പോടാ. ഇപ്പഴേ വേണം തരണ വൈകിട്ട് കൊണ്ട് ചെടിയാ പോരെ? പറയാൻ പറ്റൂല. ആ പപ്പൂട്ടി കൊണ്ട് കെട്ടിക്കളഞ്ഞാല ഒന്നാമത് അവരെ ബന്ധുവാണ് അവൻ. ഓ നമ്മളിവിടെ എത്തിച്ചു രാജേന്ദ്ര. എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും. രാജേന്ദ്ര വീട്ടിലെത്തിയാ? ഞങ്ങളിവിടെ എത്തിയണ്ണ. ഞാനും സുമൊക്കെ എത്തി. ഓ പിന്നെ ബാവച്ചി വീട്ടിലുണ്ടല്ലോ. പിന്നെ അവളോടെ പോവാ. ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യണേ റിസപ്ഷനില്. ആ പേഷ്യന്റ് മൊത്തം നനഞ്ഞിരിക്കണേ എന്നിട്ട് അതാണ്ട് അമ്മച്ചി ദേഹം തളർന്ന് വീണപ്പോഴേ യവായി വെള്ളം കോതി കുടഞ്ഞത്. ഇങ്ങനെയും കുടയോ? ഞാൻ വിചാരിച്ച അവർ അറ്റാക്ക് വന്ന് കിണറ്റിലങ്ങണ്ട വീണെന്ന്. ജസ്റ്റ് എന്താടേ? അല്ല മരിച്ചെന്നറിഞ്ഞ പിന്നെ ട്യൂബൊക്കെ വെച്ചിട്ടാനായിട്ട് നാടവനെ ആരാടാ മരിച്ചെന്ന് പറഞ്ഞ? പഞ്ചഭാവി മരിച്ചില്ലേ? ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അണ്ണ ഇപ്പം വിളിച്ചാൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചെന്നാ. പോവാ പോവണ്ട അങ്ങോട്ട്. ഇനി ഇന്ന് അടി കിട്ടും. ഇല്ല അവൻ കോളെടുക്കട്ട്. ആ മുരളിയണ്ണ എപ്പോ? മരിച്ചടാ, മരിച്ചു. ദാണ്ടേ ഇവിടുത്തെ അമ്മച്ചി മരിച്ചുപോയി. ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്ന്. അയ്യോ നമ്മള് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ അമ്മച്ചി കണ്ടാണല്ലോ. ഇപ്പൊ മരിച്ച്. നിങ്ങളെ ഇതെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് വായിര്. ചേട്ടാ നമ്മള് വേറെ എവിടെ കൊണ്ടുപോകാൻ ചേട്ടാ? ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ചേട്ടാ. ഇതുവരെ ഇതൊന്നും സെറ്റ് ആയില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അടുത്ത് വിടാന്ന് ഇങ്ങനെ പറയാൻ പറഞ്ഞു. മക്കളെ എന്നാ പിന്നെ എത്തിപ്പൂരം നിർത്തടാ. പിന്നെ വൈകിട്ടത്തെ പ്രോഗ്രാമിന് നിങ്ങൾ പോയിരുന്നു വായിക്കോ? അണ്ണാ ഇപ്പൊ ആശുപത്രിയിലെന്നല്ലേ പറഞ്ഞേ? ബോഡി കൊണ്ടുവരുമ്പോൾ നമ്മൾ നിർത്തിക്കോളാം. പോരെ? റെഡി 1 2 3 4. തോന്നയ്ക്കൽ ഐക്കുട്ടിക്കോണം അസംബ്ലി മുക്കിൽ മടത്തുവിളാകത്ത് വീട്ടിൽ സാവിത്രിയമ്മ 76 വയസ്സ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഹൃദയാഘാതത്തിന്റെ ഘാ നീ അന്നത്തെ പോലെ സഖാവിന്റെ ഘാ വയ്ക്കരുത്. സംഗീതകായാണേ. ഇതെന്തായാലും പറ്റിയേ? മരിച്ചു പോയത് മാമാ. എങ്ങനെ മരിച്ചെന്നാണ് ചോദിച്ചേ? അറ്റാക്കായിരുന്നു. നല്ല വെള്ളമടിയായിരുന്നല്ലേ? ആര്? സാവിത്രി അമ്മച്ചിയാ? അവരാണോ മരിച്ചേ? ഞാൻ വിചാരിച്ച മുരളിയാ മരിച്ചത്. ആ കൊഞ്ഞ ആ സ്ഥലത്തോടെ മാറിപ്പോയിരിക്കും. കണ്ടും പുല്ലും കണ്ടുകൂടാതെ. ഹലോ അച്ഛാ. ആ മക്കൾ അറിഞ്ഞായിരുന്നാ? ഓ അച്ഛാ, രാജേന്ദ്ര ചിറ്റപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വരാൻ പറ്റുമോ? അച്ഛാ എൻ്റെ ജോബ് വിസ അടിച്ച് കിട്ടിയിട്ടില്ല. അത് പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് 2-3 ദിവസം കൂടെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. ഓ അമ്മ എങ്ങനെ ഇരിക്കണ അച്ഛാ? അമ്മ ഞങ്ങൾ ആശുപത്രി നിൽക്കണല്ലോ മക്കളെ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം എന്നാ. ഫോൺ അടിക്കുന്നു. എന്റെ ഫോൺ അടിക്കുന്നു. അഞ്ജലിയുടെ വീട്ടീന്നാ. എടുക്ക്. ഹലോ, തോന്നക്കലിന്നാണേ. അഞ്ജലിയുടെ അമ്മമ്മ മരിച്ചുപോയി. ആരെ? മാമി മരിച്ചത്. അവിടെ ആരാണ്ടോ മരിച്ചെന്ന്. ആര് മരിച്ചെന്ന്? ആരാണ്? മുരളി, അഞ്ജലിയുടെ അച്ഛൻ. അഞ്ജലിയുടെ അച്ഛൻ മരിച്ചെന്ന്. മുരളിയോ? അയ്യോ എന്തു പറ്റി? ഫോണിങ് തന്നെ. എങ്ങനെയാ മരിച്ചത്? അറ്റാക്കായിരുന്നു. ഇതാരാ സംസാരിക്കുന്നത്? മുരളിയാണ്. അന്നേരം മരിച്ചെന്ന് പറഞ്ഞത് ആരാ? മാമിയെ.
അഞ്ജലിയുടെ അമ്മമ്മ. മുരളിയല്ല, അഞ്ജലിയുടെ അമ്മൂമ്മ മരിച്ചത്. അണ്ണാ 2 ചായ. കാശുണ്ടടാ? എൻ്റെ കാശുണ്ടല്ലോ. പിന്നെ ആ നേഴ്സുണ്ടല്ലോ, അവരെ അമ്മച്ചി എന്താ നനഞ്ഞിരിക്കുന്നു ചോദിച്ചപ്പം ഞാൻ ഒന്ന് പേടിച്ചു കേട്ടാ. നീ ആ വാട്ടർ സ്പ്രേ എടുത്ത് അടിച്ചുകൊണ്ടാണ് അവർക്ക് അറ്റാക്ക് വന്നെങ്കിലാ. നീ തന്നിട്ടേ പറയണം. അവർ തളർന്ന് തരവിന ശേഷമല്ലേ നമ്മളെടുത്ത് ചടിച്ചത്? നമ്മളല്ല, നീയാണ് അതെടുത്ത് വെച്ച് അടിച്ച. അവർ ചിലപ്പോൾ കാര്യത്തിൻ്റെ വീണതായിരിക്കും. നീ അതെടുത്ത് വെച്ച് അടിച്ചുകൊണ്ടായിരിക്കും അറ്റാക്ക് വന്നത്. പറയാൻ പറ്റൂല. എന്നാലും ആ അമ്മച്ചിയുടെ ഒരു വിധി. നിന്റെ കൈ കൊണ്ടൊക്കെ ചാവണമെന്ന് പറഞ്ഞ സന്ദേഹേ. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ മാത്രമല്ലേ കണ്ടോളൂ. എൻ്റെ കാശ് വല്ലതും ഉണ്ടാ ഒന്നുകൂടി പോകാൻ വെച്ച 2 പൊറോട്ട ഒരു ബീഫും. രാജേന്ദ്രനാണ് മറ്റേ ആറ്റിങ്ങ താമസിക്കുന്ന ബന്ധുക്കളില്ലേ നളിനിയിലേക്ക്, അവരൊക്കെ നമ്പർ തിങ്ങെടുത്താണ്. ഞാൻ നാട്ടി മരിപ്പൊന്ന് വിളിച്ചു പറയട്ടെ. അതൊക്കെ മുരളിയാണ് വിളിച്ച് പറഞ്ഞോടാ. എന്നാ ഞാൻ കൂടെ വിളിച്ച് പറയട്ടെ അണ്ണാ, അവരൊക്കെ അറിയട്ടെ ഞാനാണ് ഇവിടെ ഇടിച്ചിരിക്കണേന്ന്. ആ അവരൊക്കെ വോട്ടിപ്പോഴും നമ്മളെ വാർഡിലാണ്. എൻ്റെ അവർ നമ്പർ ഒന്നുമില്ലടാ. അണ്ണാ നിങ്ങൾ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് നോക്കണ്ണ, നമ്പർ കാണും. ഞാൻ ഗ്രൂപ്പിലും കുഴപ്പമൊന്നുമില്ലടാ. എടാ കുമാരേ, ഓ കാറിലാണ് ആശുപത്രി കൊണ്ടുപോയത് അവളെ. കാറിലാണോ കൊണ്ടുപോയത്? ഉള്ള കാറിലാണ് അറ്റാക്ക് വന്നവളെ ആശുപത്രി കൊണ്ടുപോണത്. ഉമ്മയാണ് അവള് മരിച്ചത്. അതിപ്പോ എന്റെ അടുത്ത് വെച്ചാൽ എങ്ങനെ? ആംബുലൻസ് വിളിച്ച് വിട്ടിരുന്നെങ്കിൽ അവള് രക്ഷപ്പെട്ടു പോയത്. അവള് മരിച്ചു പോകാൻ വല്ലതും ആയാ? പരമ കഷ്ടം തന്നെ അവളെ കാര്യം. നിങ്ങളടുത്ത് മിണ്ടൂല അങ്ങേരി? നമ്മളെയൊന്നും അംഗീകരിച്ചിട്ടില്ലല്ലോ. കറാൻകുട്ടി കിളവൻ തന്നെയല്ലേ ഇത്? അമ്മ ആശുപത്രി പോണില്ലേന്ന്. ഓ താ പോണം മക്കളെ. അണ്ണൻ ചെല്ലണ്ണ, ഇവിടെ ഞാൻ ഉണ്ടല്ലേ. ആ പിന്നെ ബോഡി എപ്പോൾ എടുക്കാന്ന്? ദൂരം ഒന്നും ആരും വരാനില്ലല്ലേ? മുരളിയുടെ മോന് വരാൻ പറ്റുള്ളതാണ് വിളിച്ചു പറഞ്ഞത്. എന്നാ പിന്നെ നമുക്ക് 2 മണിക്ക് എടുത്തൂടെ? അത് എടുക്കുന്ന കാര്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കരയോക്കാർ വരട്ടാദ്യം. അതെന്ത് കരയോൻ തീരുമാനിച്ചാലേ പറ്റുള്ള? വാർഡ് മെമ്പർ തീരുമാനിച്ചാൽ തൊക്കൂലേ? ബോഡി ഇപ്പം എങ്ങെത്തും? സകല ബന്ധുക്കളും അപ്പുറം കിടക്കണവർ. പിന്നെ വെച്ച് താമസിപ്പിക്കണതിന് രാജേന്ദ്രണ്ണ നമുക്ക് 2 മണിക്ക് തന്നെ എടുക്കാം. കരയോൻ ചോദിക്കണമെങ്കിൽ വാർഡ് മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അപ്പൊ ഇനി നിശ്ചയം മുടങ്ങുമല്ലോ. എന്നാലും ഈ സമയത്ത് നീ വേഗം റെഡിയാകാൻ നോക്ക്, സമയം പോകുന്നു. എങ്ങോട്ട് പോവാനാ? മരണത്തിന് പോകണ്ടായോ? അയ്യോ, നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം എടുക്കാനിരിക്കുമ്പോ അതിനു മുമ്പ് ഇങ്ങനെ മരണത്തിന്റെ ഒരു കാര്യമായിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. എന്നാര് പറഞ്ഞു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സമയത്ത് മരിച്ചത് തന്നെ ശരിയായില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? ഇതെന്തായാലും ഒന്നും കൂടെ ഒന്ന് നോക്കണം. എന്തോന്ന്? ഈ കല്യാണത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ ചേട്ടന് വിശ്വാസമുള്ള ഒരാളുണ്ടല്ലോ, സന്തോഷ് ജോത്സ്യര്. വിളിച്ചു നോക്ക്, വിളിക്കേ. നിന്ന് നിലയ്ക്ക് വരാൻ പറഞ്ഞ എങ്ങനെയെണ്ണ? കൊച്ചു കിടക്കണ്, ചെറുക്കനാണെങ്കിൽ ഇവിടെ മൊത്തം തൂറി വെച്ചേക്കണ്. അതെന്തോന്ന് പറച്ചില്ലേ? നീ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ബ്ലോക്ക് മെമ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് 4 കൈയൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കിട്ടണ കല്യാണത്തിന് മരിപ്പിനൊക്കെ വന്ന് ഇടിച്ച് നിന്ന് അടുത്ത ഇലക്ഷന് 10 വോട്ട് കിട്ടും. അല്ലാതെ ഇവിടെ വികസനം ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരുത്തനും വന്ന് കുത്താൻ പോണില്ല. എനിക്ക് പിള്ളേരെ ഇട്ടിട്ട് നിന്ന് നിപ്പി വരാൻ പറഞ്ഞാൽ പറ്റിയൊന്നുമില്ല. ഓ എന്നാ നീ അടുക്കളയിൽ തന്നെ ഇരുന്നോ. അനിതേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് ഈ സംവരണമൊക്കെ തന്നെ നിങ്ങളെ പിടിച്ച് മെമ്പർ ആക്കിയിരിക്കുന്നത്. എന്നാ സഖാ ഒരു കാര്യം ചെയ്യും, എന്റെ അടുക്കളയിൽ വന്ന് കഞ്ഞി വെച്ചതാ. കൊച്ചുങ്ങളെ കാര്യം നോക്ക്. ഞാൻ അവിടെ വന്ന് ഇടിച്ചു നിൽക്കാം. ഇവിടുത്തെ പണി ഒതുക്കി കൊച്ചുങ്ങൾ അപ്പുറത്തെ ആക്കാതെ എനിക്ക് വരാൻ പറ്റൂല. ഓ നീ എന്തരാ ചെയ്? ഇത് എന്തൊരു പെണ്ണിത്?